പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്രദർ ടിപ്പു ആൻഡ് നിഷ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ. ഈ വൈകിയ സമയത്ത് താങ്ക്സ് ഗിവിംഗ് ദിവസത്തിന്റെ വൈകുന്നേര സമയം ഒരു പ്രാവശ്യയുടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ആയിരിക്കാൻ ദൈവം തന്നെ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്തുതിക്കുന്നു. ഒരു ചെറിയൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ തുടരാം. കർത്താവെ, ഈ താങ്ക്സ് ഗിവിംഗ് ദിവസം ഈ അമേരിക്കയിൽ കർത്താവെ നന്ദിയുള്ള ഒരു ദിവസം കർത്താവെ കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് മക്കളുടെ കൂടെ കർത്താവ് പ്രേയർ ലൈനിൽ കടന്നു വരുവാനും കർത്താവെ ലോർഡിന്റെ നന്മകളെ കുറിച്ച് ഓർക്കുവാനും കർത്താവ് ചെയ്ത വഴികളെ കുറിച്ച് ഞങ്ങൾ നോർത്ത് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 103-ാം സങ്കീർത്തനത്തിൽ 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നത് പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാന്തരങ്ങൾ അവന്റെ പരിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകണ്ടേ. കർത്താവിന്റെ പറയുന്നത് പോലെ ഈ സമയത്ത് ഞങ്ങൾ നിന്റെ ഉപകാരങ്ങളൊന്നും ഞങ്ങൾ മറക്കുന്നില്ല. കർത്താവ് ഓർമ്മിച്ച് തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ദൈവമേ കർത്താവ് ഈ വൈകിയ സമയത്ത് കർത്താവെ ഞങ്ങളെ കർത്താവ് ഇങ്ങനെ സംസാരിപ്പാൻ സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ കർത്താവ് വേർതിരിക്കാനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ചെയ്തതോ പാസ്റ്റർ ചെയ്തതോ ആരുമല്ല, എന്റെ ദൈവം ചെയ്തതാണ്. കർത്താവെ കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോ മക്കളെ കർത്താവിന്റെ കരങ്ങളോട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സമയത്ത് കർത്താവ് അനുഗ്രഹിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യനും കർത്താവിനോട് ഒരു മനുഷ്യനും ഇത് പേരെടുക്കാതെ ഒരു മനുഷ്യനും ഇത് മനുഷ്യരെടുക്കാതെ കർത്താവെ എല്ലാ കൃപയും കർത്താവിന് മാത്രം, എല്ലാ കൃപയും കർത്താവിന് മാത്രം. സന്ധ്യാ സമയത്ത് കർത്താവെ സാക്ഷ്യം മുഖേന കർത്താവിന്റെ നാമം ഉയരണമേ, കർത്താവിന്റെ നാമം ഉയരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല സമയത്തിനായി പ്രേയർ ലൈനായി സ്തോത്രം. തക്ക സമയത്ത് കർത്താവെ ഞങ്ങളെ ഭവനത്തിലോട്ട് മടക്കി കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവെ ആരാധിപ്പാനും സ്തുതിപ്പാനും സാക്ഷ്യം പങ്കുവെക്കുവാനും കർത്താവ് തന്നെ നല്ല സമയത്തിനായി ഞങ്ങളിൽ നിന്ന് നന്ദി കരയറ്റുന്ന കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, മക്കളെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ഞങ്ങള് സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ചെറിയൊരു പാട്ട് എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു പാട്ട് ഈ സാക്ഷ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പം ഞങ്ങള് എന്റെ പെങ്ങളുടെ വീട്ടിൽ ഞങ്ങള് ഇത് താങ്ക്സ് ഗിവിംഗ് ഡിന്നർ ആയിരുന്നു. ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങള് വരുന്ന വഴിയിൽ ദൈവം ഈ പാട്ട് എന്റെ മനസ്സിൽ ദൈവം ഇട്ടു. പാട്ടിന്റെ 3-4 വരി പാടിയിട്ട് സാക്ഷ്യങ്ങൾ ഞങ്ങൾ തുടരാം. ഓ നാദനീ അത്യുന്നതനീ നിന്നെ പോലൊരു ദൈവമില്ല. നാദനീ അത്യുന്നതനീ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാണ് അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്ന. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്ന. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലയോ, നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കൊന്നും ഭാവിച്ചില്ലല്ലോ, കൂടി വ്യാപരിച്ചല്ലോ. ഓന്നതനീ അത്യുന്നതനീ നിന്നെ പോലൊരു ദൈവമില്ല. ഓന്നതനീ അത്യുന്നതനീ നിന്നെ പോലൊരു ദൈവമില്ല.
അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെന്റെ ദൈവമെന്ന്. പാട്ടുകാരൻ പറയുന്ന പോലെ അത്ഭുതവാൻ അതിശയവാൻ അവൻ മാത്രമേ ഉള്ളൂ, അവൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും പറയുവാനില്ല. കർത്താവ് തന്നെ സാക്ഷ്യമല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു വലിയൊരു അത്ഭുതമാണ്. ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് കർത്താവിന്റെ വലിയ അത്ഭുതമാണ്. കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഞങ്ങളെ ചെറുപ്പം മുതലേ ഉണ്ടായ സമയം മുതൽ, ഹൈദരാബാദിൽ ഉണ്ടായ സമയം മുതൽ ഞങ്ങളുടെ ദൈവം എങ്ങനെ കൂട്ടിയൊരുക്കി ദൈവത്തെ അറിയുവാൻ, വചനം അറിയുവാൻ, പഠിപ്പാനൊക്കെ ദൈവം വഴിയൊരുക്കി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഞങ്ങൾ 1-2 പ്രാവശ്യം ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതിന്റെ തുടർന്നായിട്ട് ഇന്ന് രാത്രി ദൈവം ഒരു ഭാരം എന്റെ മനസ്സിലിട്ട് ഒരു ഭാരം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഞങ്ങൾ സാക്ഷ്യം പറയും. ആദ്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം. ഈ ഒരു അത്ഭുതം നടന്നത് സങ്കീർത്തനം 46-ന്റെ 10-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സങ്കീർത്തനം 46-ന്റെ 10-ാമത്തെ വാക്യം എന്റെ വൈഫ് നിഷ വായിച്ച് കേൾപ്പിക്കും മലയാളത്തില്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വചനം പറയുന്ന പോലെ നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമൻ അറിഞ്ഞുകൊള്ളുവീൻ. നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ആ ഒരു വാക്യം, ആ വാക്യത്തിന്റെ ആ ഒരു സെന്റൻസ് മാത്രം അടർത്തിയെടുത്ത് അതിനെ അടിസ്ഥാനമാക്കി ഞങ്ങളുടെ ഒരു ചെറിയൊരു സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുന്നവരെല്ലാം പ്രാർത്ഥനയോടെ ഇരിക്കണം. പാസ്റ്ററിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഫോണിൽ കൂടെയുള്ള പരിചയം അല്ലാതെ നിങ്ങൾ ആരെയും എനിക്ക് അറിയത്തില്ല, ഞാൻ ആരെയും കണ്ടിട്ടുമില്ല. ദൈവത്തിന്റെ ആത്മാവ് ഈ സാക്ഷ്യം കേൾക്കുവാൻ മാത്രം ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം മുഖേന എന്തെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ ദൈവം അത് മാറ്റം വരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും, ഞാനാണേലും ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ദൈവമേ ഈ സാക്ഷ്യത്തിന് വെറുതെ സാക്ഷ്യം കേട്ടിട്ട് സമയം കളയല്ലാതെ കൊണ്ട് ഈ സാക്ഷ്യത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യണമേ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പം ദൈവം ഇതുവരെയും കഴിഞ്ഞ ആഴ്ചകളൊക്കെ പല സാക്ഷ്യങ്ങളും ഞാനും കേട്ടിട്ടുണ്ട്. ഓരോ സാക്ഷ്യത്തിനും ഞാൻ പല കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ ഞാൻ അനുസരിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞാനും നിങ്ങളോടെല്ലാവരോടും കേൾക്കുന്നവരോടെല്ലാവരോടും വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കേട്ടിട്ട് അങ്ങനെ വിട്ടുപോകല്ലേ. അതേമേ എന്തെങ്കിലും നീ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ജീവിതത്തിലും ആ ഒരു മാറ്റം വരുത്തണമേന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം അത് വഴി തുറക്കും. ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന 2017 ഞാനും ഞങ്ങളുടെ കുടുംബമായിട്ട് ഫാദറും മദറും ഒക്കെ ഇവിടെ ലോങ് ഐലൻഡ് ന്യൂയോർക്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ മമ്മി 5 വർഷം മുമ്പ് കടന്നുപോയി. എൻ്റെ ഫാദർ കഴിഞ്ഞ വർഷം 2019 ഫെബ്രുവരി മാസം കഴിഞ്ഞ വർഷം ഡാഡി കടന്നുപോയി. അപ്പം ഡാഡിക്ക് പല അസുഖങ്ങളുണ്ടായിരുന്നു. ഡയബറ്റീസ്, പിന്നെ അതിൻ്റെ ഡയബറ്റീസിൻ്റെ ഹാർട്ട് പ്രോബ്ലം, അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷനൊക്കെ പല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഡാഡിക്ക്. അപ്പം പക്ഷെ ഡാഡിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു നാട്ടിൽ എല്ലാവരെയും ഒന്ന് പോയി കാണണം. പ്രായത്തില് 78 വയസ്സുണ്ടായിരുന്നു ഡാഡിക്ക് അന്ന്. ഞങ്ങൾ അന്ന് പോകുമ്പോൾ, നാട്ടിലോട്ട് പോകുമ്പോൾ 2017 അന്ന് പോകുമ്പോൾ പക്ഷെ ഒത്തിരി അസുഖങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ മനസ്സിലൊരാഗ്രഹമായിരുന്നു നാട്ടിൽ പോയി ഡാഡിയുടെ ചേട്ടാനിമാരെ എല്ലാവരെയും ഒന്ന് പോയി കാണണം. ഒരു 14 വർഷം കഴിഞ്ഞ നാട്ടിൽ തിരിച്ചു പോകുന്നത്. അപ്പം പ്രായം ചെന്ന അപ്പച്ചന്മാർ, ഡാഡിയുടെ ചേട്ടന്മാരെല്ലാം അവിടെ ഉണ്ട്, അവരെല്ലാം ഒന്ന് കാണണം എന്ന് വലിയൊരു ആഗ്രഹം മനസ്സിൽ. പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു വ്യാകുലത, ദൈവമേ ഈ അസുഖമുള്ള ഡാഡിയെ കൊണ്ട്
ഞങ്ങൾ എങ്ങനെ ഈ യാത്ര പോകും? പലപ്പോഴും ഓക്സിജൻ ഒക്കെ ആവശ്യമൊക്കെ ആയി വരുന്ന സമയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്സിജൻ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകും. അപ്പം ഡയബറ്റീസ് ഉണ്ട്, ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ട്, പലവട്ടം സ്റ്റെന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കിഡ്നിയൊക്കെ വലുതായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേലും വളരെ ക്ഷീണമായിട്ടുള്ളൊരവസ്ഥയിൽ എങ്ങനെ പോകും ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ എൻ്റെ മൂത്ത സിസ്റ്റർ ഇവിടെ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പം ദൈവം ഇങ്ങനെ പോകുവാൻ ദൈവം ഒരു വഴിയൊരുക്കി. 2017 ജൂലൈ മാസം ഞങ്ങൾ നാട്ടിലെല്ലാവരെയും വിളിച്ചു പറഞ്ഞു, 10-60 വർഷം കഴിഞ്ഞിട്ട് ഒരു കുടുംബയോഗം നടത്താനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെട്ടു. പല കുടുംബക്കാരെ ഞങ്ങൾ ഇന്ത്യയിലും ഉള്ളവരെല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു കുടുംബയോഗം നടത്തണം. എൻ്റെ ഡാഡിയുടെ സ്വദേശം ആനിക്കാട് മല്ലപ്പള്ളി ആണ്. ഇച്ചിരി മല്ലപ്പള്ളിയിൽ ഇച്ചിരി അകത്തോട്ട് കയറിയ ആനിക്കാട്, അവിടെ ഡാഡിയുടെ കുടുംബ വീട് അവിടെ ആനിക്കാടാ. അപ്പൊ അവിടെ നടത്തണം എന്നുള്ളൊരാഗ്രഹത്തോടെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. നാട്ടില് നോർത്ത് ഇന്ത്യയിലും പല ഭാഗത്തായിട്ടുള്ള ആൾക്കാരെല്ലാം വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കേൾക്കണം പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പം പോകാൻ നേരത്ത് ഞാൻ ഇങ്ങനെ വളരെ വിഷമിച്ചു. ഞാൻ മെഡിക്കൽ ഫീൽഡിലല്ല ജോലി ചെയ്യുന്നത്. അപ്പം എൻ്റെ വൈഫ് പുള്ളിക്കാരി മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നേഴ്സാ. അപ്പം പുള്ളിക്കാരി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരി ധൈര്യം ഉണ്ടായിരുന്നു പോകുവാൻ, യാത്ര തുടരുവാൻ. പക്ഷേ മനസ്സിൽ വലിയ ഭീതിയും ഭയവും ദൈവം എങ്ങനെയൊക്കെ ആയിരിക്കും, വല്ലതും സംഭവിക്കുമോ, വഴിയിൽ വല്ലതും സംഭവിക്കുമോ, അല്ലെ അവിടെ ചെന്ന് കഴിഞ്ഞ് വല്ലതും സംഭവിക്കുമോ എന്നൊക്കെ വലിയ വ്യാകുലതയോടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. പോകുന്ന ദിവസം ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞു. ഈ വായിച്ച വചനം 46:10 ദൈവം പറഞ്ഞു, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമൻ അറിഞ്ഞുകൊള്ളുവിൻ. ഇതാ വചനം എനിക്ക് ദൈവം എന്നോട് സംസാരിച്ച് ഈ വചനം വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ ചെവിയിൽ ദൈവം പറഞ്ഞു, നീ മിണ്ടാതിരിക്കണം. നീ മിണ്ടാതിരുന്നെങ്കിൽ ഞാൻ എല്ലാം ചെയ്യും. ദൈവം എന്നോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യാം, നന്നായിട്ട് ഞാൻ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു ദൈവം. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, പുള്ളിക്കാരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ ദൈവം പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ മിണ്ടത്തില്ല ഈ യാത്ര മുഴുവൻ. ഒന്നും കണ്ടാലും കണ്ടില്ലാത്ത പോലെ ഞാൻ ഇരിക്കത്തുള്ളൂ. അതിനൊക്കെ ഞാൻ പറഞ്ഞു. മനസ്സിൽ ഒത്തിരി ക്ലിയർ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല പുള്ളിക്കാരിയോട്, വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട്. അപ്പൊ ഞാൻ ദൈവം എന്നോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ മിണ്ടാതിരുന്നോളാം. സാധാരണ നമ്മളെല്ലാവരും ഒത്തിരി സംസാരിക്കുന്നവരെ, എസ്പെഷ്യലി ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. മിണ്ടാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക്. പക്ഷേ ദൈവം പറഞ്ഞു, നീ മിണ്ടാതിരിക്കണം, നീ മിണ്ടിപ്പോയേക്കല്ലേ. അപ്പൊ ഞാൻ ഓർത്തു, ദൈവം ഓക്കെ, ഞാൻ മിണ്ടത്തില്ല. യാത്ര തിരിക്കണ്ടേ, യാത്ര പോകണം, വലിയ യാത്രയാ. അപ്പം ദൈവം ഒരു കണ്ടീഷൻ ഇട്ടു, നീ മിണ്ടാതിരിക്കണം, സംസാരിക്കല്ലേ നീ, ഞാൻ എല്ലാം ചെയ്തോളാം നന്നായിട്ട്. കേൾക്കണേ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ തുടങ്ങി. മിണ്ടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളാ മുമ്പിൽ കിടക്കുന്നത്. ഞങ്ങള് ഡാഡിയും കൊണ്ട് പോകുന്നത് കൊണ്ട് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് കാറ് വന്ന് ഡാഡിയെ കൊണ്ടുപോകാനായിട്ട് എയർപോർട്ടിൽ ഞങ്ങളെല്ലാവരും ലിമോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പം ലിമോ തക്ക സമയത്ത് വന്നു. ഞങ്ങൾ വണ്ടിയെല്ലാം ലഗേജ് എല്ലാം കേട്ടി വെച്ച് കഴിഞ്ഞ് എൻ്റെ മൂത്ത സിസ്റ്ററിന്റെ മോൻ, അവന് ഇവിടെ അടുത്ത് ജോലി ചെയ്യുന്ന പയ്യൻ, ആ മോന് അവന് 10-16 വയസ്സേ ഉള്ളൂ. അവന് ചെറിയൊരു ജോലി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ വന്ന് ഈ വീടിന്റെ ചാവി ഞങ്ങൾ അടച്ചിട്ട് നിന്റെ കയ്യിലോട്ട് തരും, നീ അത് കൊണ്ടുപോയിക്കോണം എന്ന് പറഞ്ഞു. അവൻ വന്നു, ഞങ്ങളെ കണ്ടു, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അവന് ജോലിയുടെ ഇടയ്ക്കായതുകൊണ്ട് അവൻ വന്നിട്ട് ജോലിയുടെ ഇടയ്ക്കായതുകൊണ്ട് അവൻ വന്ന് ഞങ്ങളെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊക്കെ ഉമ്മ തന്നിട്ട് അവൻ അങ്ങ് പോയി. വീടിന്റെ ചാവി എടുക്കാൻ മറന്നുപോയി. അവൻ ചാവി കൊണ്ടുപോയില്ല. ഇതാ ആദ്യത്തെ വലിയൊരു ടെസ്റ്റ് എൻ്റെ ജീവിതത്തിൽ. ദൈവം പറഞ്ഞ് മിണ്ടായിരിക്കണം. ഞാനപ്പം എന്താ ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോലും ഇല്ല. ടെസ്റ്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ദൈവം എന്നോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. എന്നോട് പറഞ്ഞു മിണ്ടാതിരിക്കണം. ഞാനൊന്നും മിണ്ടിയില്ല. അവന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഉടനെ വിളിച്ച്, ലിമോ പുറത്ത് കിടക്കുന്നു, അവന് വിഷമിക്കുന്നു, പോകണം, എയർപോർട്ടിൽ പോകണം.
അപ്പൊ തക്ക സമയത്ത് എത്തണം. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ഞാനൊന്നും പറഞ്ഞില്ല. മോനെ വിളിച്ചു, മോനെ ചാവി മറന്നുപോയി, ഓടി വാന്ന് പറഞ്ഞു. അവൻ ഓടി വന്നു. ഓടി വന്ന് ചാവി എടുത്തോണ്ട് പോയി. ഞാനൊന്നും പറഞ്ഞില്ല. അവനൊന്നും വഴക്ക് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ദൈവം മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല, പിന്നെ എങ്ങനെയാ പറയുന്നത് വഴക്ക്? ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടിയെ കയറി, ഞങ്ങൾ എയർപോർട്ടിലെത്തി. എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് എയർപോർട്ടിൽ ഞങ്ങൾ ചെന്നു. ചുരുക്കം പറഞ്ഞാൽ ദൈവം വഴിയാത്രയിലെല്ലാം ദൈവം കാത്തു. ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ കൊച്ചി എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ചെറിയ ഒരു മുറിയൊക്കെ 2-3 മുറിയൊക്കെ എടുത്തായിരുന്നു. ഞങ്ങൾ കോട്ടയത്ത്, എൻ്റെ അമ്മ വീട് കോട്ടയത്താണ്. അപ്പോൾ അവിടെ ഞങ്ങൾ മുറിയൊക്കെ എടുത്ത് ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങൾ കൂട്ടമായിട്ടാണ് ഈ കുടുംബയോഗത്തിന് വേണ്ടി പോയത്. അപ്പം 10-15 പേരായിട്ടാണ് ഞങ്ങൾ. പല കുടുംബങ്ങളുണ്ട്, പെങ്ങന്മാർ പലരും ഡയാലിസിൽ നിന്നും ഇവിടെ നിന്നും ഒക്കെയുള്ളൊരു ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളൊരു വലിയൊരു അപ്പാർട്ട്മെന്റ് ഞങ്ങൾ റെന്റ് എടുത്തിരിക്കുമായിരുന്നു കോട്ടയത്ത്. ഞങ്ങളവിടെ ചെന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുടുംബയോഗത്തിന്റെ ദിവസമായി. ഒന്നോർക്കണേ, ഞങ്ങൾ ഈ യാത്ര തിരിച്ചത് മുഴുവൻ ഈ കുടുംബയോഗം കൂടാനായിട്ടാണ്. അപ്പം മെയിൻ ഞങ്ങളുടെ ഇവന്റ് കല്യാണമോ ഫ്യൂണറലോ അങ്ങനെ ഒന്നുമല്ല, പക്ഷെ ഈ കുടുംബയോഗമാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ ഞങ്ങളവിടെ രാവിലെ ഒരുങ്ങി പോകാനായിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി. 10-15 പേര് ഞങ്ങൾ റെഡിയായി. ഒരു ബസ്സൊക്കെ അറേഞ്ച്, ഒരു മിനി ബസ് 10-15-20 പേരൊക്കെ കൊണ്ടുവന്ന ഒരു ബസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ. ആ ബസ്സുകാരൻ രാവിലെ വന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്തോട്ട് വന്നു. അടുത്ത വലിയ പരീക്ഷ, ഈ മിണ്ടാതിരിക്കുന്നതിന്റെ 2ാമത്തെ പരീക്ഷ ഞങ്ങളുടെ വന്നപ്പം ഈ ബസ്സുകാരൻ വന്നു, ഡ്രൈവറും ഉണ്ട്. മിനി ബസ്സാണ്, 10-20 പേർക്ക് ഇരിക്കാവുന്ന ബസ്. ഈ ഡ്രൈവറ് ഈ അവിടെ മലയിൽ പോയിട്ട് തലേ ദിവസത്തെ യാത്ര, പുള്ളിക്കാരന് മലയ്ക്ക് പോകുന്ന ഒരു യാത്രയായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് നേരെ ആ വണ്ടിയും കൊണ്ട് തിരിച്ചു വരിക. അപ്പൊ ഈ വണ്ടി മുഴുവൻ മുന്നിലും പിന്നിലും പുറകിലും മുമ്പിലും കണ്ണാടിയിലും എല്ലായിടത്തും ഈ അവരുടെ ഈ സാമ്പ്രാണിയും ചന്ദനവും പാസവും അവരുടെ നമ്മള് ഓർക്കുന്ന എല്ലാ സംഗതികളും ഈ ബസ്സിന്റെ അകത്തെല്ലാം നിറഞ്ഞിരിക്കുക. പുറത്തും അകത്തും, ഡ്രൈവറിന്റെ സൈഡിലും, കണ്ണാടിയിലും, മുൻവശത്തും, വണ്ടിയുടെ പുറത്തും. അപ്പൊ ഈ വണ്ടി ഈ മണക്കുന്ന മകരവിളക്കുന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. അപ്പം ഒന്നോർക്കണേ, ഞാനിത് കണ്ടപ്പോ എന്റെ ചങ്ക് ഇടിഞ്ഞു പോയി. എന്റെ ദൈവം, ഇങ്ങനത്തെ വണ്ടിയാണോ നീ വിട്ടത്? പക്ഷെ ദൈവം എന്നോട് ഇവിടെ വെച്ച് പറഞ്ഞ വാക്ക്, നീ മിണ്ടാതിരിക്കണം. ഞാൻ എന്ത് പറയാണ്? ദൈവം എന്നോട് പറഞ്ഞു മിണ്ടാതിരിക്കണം. ഞാനൊന്നും മിണ്ടിയില്ല. ഞങ്ങളെല്ലാവരും 10-15 പേര് ഞങ്ങൾ ഒരായിട്ട് ഞങ്ങൾ വണ്ടിയിലോട്ട് കയറി. വണ്ടി ഓടിക്കാൻ ഡ്രൈവർ നല്ലൊരു മനുഷ്യൻ, ഒരു ചേട്ടൻ, ഒരു ഹൈന്ദവ ചേട്ടൻ. പുള്ളിക്കാരൻ നല്ലൊരു പ്രായമുള്ളൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. പുള്ളിക്കാരൻ ഈ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ചോണ്ടാ പുള്ളിക്കാരനും വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ മലയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാ. തലേ ദിവസം അവിടുത്തെ യാത്രയായിരുന്നു. അപ്പം ഈ ബസ്സും അതുപോലെ പുള്ളിക്കാരനും ആ വേഷത്തിലാണ്. ഞാൻ സ്തംഭിച്ചു പോയി, ഒന്നും പറയാൻ മേല. ഞങ്ങൾ വഴിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ കോട്ടയത്ത് നാനിക്കാട്ട് ഞങ്ങൾ ചെന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബയോഗം ദൈവം നടത്തി തന്നു. ഡാഡിയുടെ വീട്ടുകാര് മിക്കവരും വിശ്വാസത്തിലാ. അപ്പം അവര് വലിയൊരു സന്തോഷം, ആത്മീയ സന്തോഷം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. പലരെ 10-50 വർഷം കഴിഞ്ഞ് കാണുന്ന പലരെ ഞങ്ങൾ കണ്ടു. എൻ്റെ സ്വന്തം കസിൻസ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ചില കസിൻസ് ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അവർക്ക് എന്നെക്കാട്ടിലും, എൻ്റെ ഡാഡിയുടെ മൂത്ത ബ്രദറിന്റെ മക്കളാണ് അവര്. എൻ്റെ ഡാഡിയെക്കാട്ടിലും മൂത്ത ആൾക്കാരാ, പ്രായമുള്ളവരാ. പക്ഷെ അപ്പം അവരെയൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അവരെ ഞാൻ കണ്ടു. അവരെ കണ്ട് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഡാഡിയുടെ ഒരു പെങ്ങള് കുമ്പനാട്ടിന്ന് പുള്ളിക്കാരി ഈ മീറ്റിങ്ങിന്, ഈ കുടുംബയോഗത്തിന് വന്നില്ലായിരുന്നു. അപ്പം പുള്ളിക്കാരിയെ കാണാതെ എങ്ങനെയാ തിരിച്ച് ഞങ്ങൾ പോകുന്നതെന്ന് ഓർത്ത് ഡാഡി പറഞ്ഞു,
അയ്യോ പെങ്ങളെ കാണാതെ പോകാൻ പറ്റത്തെ, പ്രായമുള്ള പെങ്ങളാ, ഇനി എപ്പോഴാ കാണുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ഡാഡി പറഞ്ഞു നമുക്കൊന്ന് കുമ്പനാട്ടൂടെ ഈ ബസ്സുകാരനോടൊന്ന് ചോദിക്കാവോ, കുമ്പനാട്ടൂടെ പോയി അമ്മച്ചിയെ കണ്ടിട്ട് നമുക്കങ്ങ് തിരിച്ച് കോട്ടയത്തോട്ട് പോകാം. പക്ഷെ എനിക്ക് ഈ നാട്ടിലെ വഴിയൊന്നും എനിക്കറിയത്തില്ല, രാത്രിയിലൊന്നും പോകാൻ വഴി എനിക്കൊന്നും ഒരു പകലും വഴി പറയാൻ അറിയത്തില്ല. ഇപ്പം ഞങ്ങൾ നാട്ടിലല്ലല്ലോ, ജനിച്ച് വളർന്നൊന്നും ഞാൻ നാട്ടിലല്ലാത്തത് കൊണ്ട് വഴിയൊന്നും എനിക്കറിയത്തില്ല. വണ്ടിയിലുള്ള ഒരു മനുഷ്യർക്കും വഴി അറിയത്തില്ല കുമ്പനാട്ട് പോകാൻ, അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ. അപ്പം ഞങ്ങളപ്പം അവരെ കുറിച്ച് ഞങ്ങൾ ആ വീട്ടുകാരെല്ലാവരും ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചതിന് എങ്ങനെയാ ഡാഡിക്ക് ഒരു ആഗ്രഹം പെങ്ങളെ കാണണം, പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വഴി അറിയത്തില്ല, ഡ്രൈവറുണ്ട്, വണ്ടിയുണ്ട്, പക്ഷെ വഴി അറിയത്തില്ല, എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു കസിനുണ്ട് ഫ്ലോറിഡയിലെ, പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ഉച്ചയ്ക്ക് ഡാഡിയുടെ ഏറ്റവും ഇളയ ഒരു ബ്രദർ, ഇളയ അനുജൻ, പുള്ളിക്കാരന് കുമ്പനാട്ട് ഈ പെങ്ങളെ കാണാൻ പോയായിരുന്നു. ആ ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് ഉടനെ പുള്ളിക്കാരന് വണ്ടിയെടുത്ത് ഒരു കാറെടുത്ത് ഈ അമ്മച്ചിയെ കാണാൻ കുമ്പനാട്ട് പോയിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രി ആനിക്കാട്ട് വളരെ മലപ്രദേശമാണ്, അവിടെ വലിയ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, മലപ്രദേശമാണ്, ഭയങ്കര രാത്രി വൈകിയ സമയം ആയിക്കഴിഞ്ഞാൽ കുഞ്ഞ് ഇരുട്ടാ, ഭയങ്കര ഇരുട്ടാ അവിടെയൊക്കെ. ഒരു വീട് തമ്മിൽ ഒരു വീടും വേറെ വീടൊക്കെ വല്ല ദൂരെയാ. അപ്പൊ ഒരു വീട് വേറെ വീട് നമുക്ക് കാണത്തില്ല, ഭയങ്കര കാട്ടു പ്രദേശമാണ്. അപ്പം ഈ ഞങ്ങൾ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഉച്ചയ്ക്ക് പോയ അച്ചായനും ഡാഡിയുടെ ഏറ്റവും ഇളയ അനുജൻ ആ ഡ്രൈവറുമായിട്ട് തിരിച്ച് അനിക്കാട്ടു വീട്ടിലോട്ട് വന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു എവിടെ പോയേക്കുവായിരുന്നു അച്ചായൻ? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പെങ്ങളെ കാണാൻ പോയേക്കുവായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അയ്യോ ഡാഡിക്കും എൻ്റെ ഫാദറിനും പെങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു, അയ്യോ അറിഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം വഴി അറിയത്തില്ല ഞങ്ങൾക്ക് പോകാൻ. അപ്പം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ആ കൊണ്ടുപോകുന്ന ഡ്രൈവർ ആ പുള്ളിക്കാരന് കുമ്പനാട്ടുകാരുടെ പുള്ളിക്കാരന് തിരിച്ച് അങ്ങോട്ടാ പോകേണ്ടത്. ആ വീട്ടിൽ നിന്നാ വരുന്നത്, ആ വീടറിയാം, ആ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. ആ പുള്ളിക്കാരന് ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ടാ പോകുന്നത്, ഞാൻ വീട്ടിലോട്ട് പോവാ, എൻ്റെ പുറകെ അങ്ങ് നിങ്ങളങ്ങ് ഓടിച്ച് വന്നാൽ മതി. ഒന്നോർത്ത് നോക്കിയ ദൈവമക്കളെ, നമ്മൾ മിണ്ടാതിരിക്കുമ്പം ദൈവം വഴികളെ തുറക്കും. ഓർക്കാത്ത വഴികൾ ദൈവം തുറന്നു തരുന്നത് പോലെ ഞങ്ങൾ കുമ്പനാട്ട് ചെന്നു, അമ്മച്ചിയെ കണ്ടു. രാത്രി 10:30-11 മണി കഴിഞ്ഞു കുമ്പനാട്ട് അമ്മച്ചിയെ കണ്ട്. 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കോട്ടയത്തോട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് അപ്പാർട്ട്മെന്റിലോട്ട് മടങ്ങി വരുവാനായിട്ട് ഞങ്ങൾ റെഡിയായി വണ്ടിയെ കയറി. ഞങ്ങളെല്ലാവരും 10-15 പേര് ഞങ്ങളെല്ലാവരും വണ്ടിയെ കയറി. ഡ്രൈവർ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പകുതി വഴി ആയപ്പം അന്ന് രാത്രിയിൽ തിരുവനന്തപുരത്ത് ഒരു BJPയും CPI ആണോ കോൺഗ്രസ് ആണോ എന്ന് എനിക്കറിയത്തില്ല, ആരാണ്ടെ തല്ലി കൊന്നു തിരുവനന്തപുരത്ത്. അപ്പം ഈ BJPക്കാർ ആരാണ്ടെ തല്ലിക്കൊന്നത് കൊണ്ട് അവര് 12 മണി അന്ന് രാത്രി 12 മണി കഴിഞ്ഞിട്ട് അവര് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുക നാട് മുഴുവൻ. അത് നമ്മൾ ഇതൊന്നും അറിയുന്നില്ല, നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പുറകെ ആയതുകൊണ്ട് നമ്മൾ ഈ നാട്ടിൽ ഇതൊക്കെ സംഭവം നടക്കുന്നത് നമ്മൾ ന്യൂസ് ഒന്നും കേൾക്കുന്നില്ല, നമ്മളൊന്നും അറിയുന്നുമില്ല. ഞങ്ങള് രാത്രി 11:30-12 മണി ആയപ്പോഴത്തേക്ക് കുമ്പനാട്ടും കോട്ടയത്തെ മധ്യഭാഗം എനിക്ക് സ്ഥലം ചമ്പക്കര ആ പ്രദേശമായപ്പം ആ സ്ഥലമായപ്പം റോഡിന്റെ റോഡിൽ ഒരു 5-6 കാവി വസ്ത്രം ഇട്ടുകൊണ്ട് ചെറുപ്പക്കാർ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഡ്രൈവറിന്റെ നേരെ പുറകെ ആയിരിക്കുന്നത്. ഞാൻ ഉറങ്ങാതെ ഡ്രൈവറിന്റെ കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഒന്നും വലിയതായിട്ടൊന്നുമില്ല, ഞാൻ ചുമ്മാ ഉറങ്ങാതെ, ബസ്സിലെല്ലാവരും ഉറങ്ങുക, ക്ഷീണിച്ച് ഇരിക്കുക, രാവിലെ പുറപ്പെട്ടതാ. അപ്പം ഈ ബസ് ഞങ്ങളുടെ വണ്ടി ഇവരോട് അടുത്തടുത്ത് വരുമ്പം ഇവരെല്ലാ എല്ലാ വണ്ടികളെയും തടഞ്ഞു നിർത്തുക, സൈഡിലോട്ട് മാറ്റി നിർത്തുക. ബിക്കോസ് ഇവിടെ തിരുവനന്തപുരത്ത്
BJP കൊന്നത് കൊണ്ട് CPI-കാരാനാ തോന്നുന്നത്. ഈ ബന്ദ് BJP-കാര് CPI-നെ തല്ലിക്കൊന്നത് കൊണ്ട് CPI-കാരാ എനിക്ക് തോന്നി BJP ഏതാണ്ട് അല്ല CPI-കാരാ ഈ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ ആൾക്കാരാണ് ഞങ്ങൾക്ക് തോന്നുന്ന ഈ കാവ്യ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് റോഡിന്റെ നടുക്ക് നിൽക്കുന്നത്. 5-6 പേർ ചെറുപ്പക്കാർ നിൽപ്പുണ്ട്. ഞങ്ങളുടെ ബസ് അടുത്തടുത്ത് ഇവരുടെ അടുത്തടുത്തോട്ട് വന്നപ്പം ഇവർ കൈ കാണിച്ചു നിർത്താൻ. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തോട്ടായപ്പം ഈ വണ്ടി മുഴുവൻ ഈ ചന്ദനവും ഈ മണക്കീന് തിരിച്ചു വരുന്ന വണ്ടിയാന്ന് ഇവർക്ക് മനസ്സിലായി. ആ മലയിന് തിരിച്ചു വരുവാന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പൊ അവർ ഓർത്തു ഞങ്ങളെ ഈ മലയിന് തിരിച്ചു വരുവാന്നോർത്തിട്ട് ഞങ്ങൾ അവരുടെ അടുത്തോട്ടായപ്പം ഞങ്ങളെ ഈ ഞങ്ങളുടെ വണ്ടിയെ മാറ്റി നിർത്തേണ്ട പകരം ഞങ്ങളുടെ ഈ ഡ്രൈവറിനെ കണ്ടപ്പോഴും അവർക്ക് മനസ്സിലായി അവരുടെ ആളാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ ഈ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച ഒരു ഡ്രൈവറാണ്, ഞങ്ങളുടെ ഡ്രൈവറും. ഈ പുള്ളിക്കാരനെ കണ്ടപ്പോഴത്തേക്ക് ഈ 4-5 ചെറുപ്പക്കാർ അവർ പറഞ്ഞു, ചേട്ടാ അവിടെയും വരുവാനോ, മലയിന് വരുവാനോ എന്ന് പറഞ്ഞ് പുള്ളി ഒന്നും ചോദിച്ചില്ല, അതുപോലെ വിട്ടോളാൻ പറഞ്ഞു. ഒന്ന് നോക്കണേ, മിണ്ടാതിരിക്കാൻ ദൈവം പറഞ്ഞു. ഞാൻ എൻ്റെ പഴയ സ്വഭാവം ആണെങ്കിൽ രാവിലെ ഈ ഡ്രൈവർ ബസ്സും കൊണ്ട് വന്നപ്പോൾ ഞാൻ ഒരു പക്ഷെങ്കിൽ ആ കമ്പനിയെ വിളിക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിച്ച് അവരോട് പറയും ഇങ്ങനത്തെ ബസ്സാണോ ഞങ്ങൾക്ക് വിടുന്നേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ബസ് മാറ്റാനായിട്ടോ വല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റിപ്പിച്ചേനെ. പക്ഷെ ദൈവം പറഞ്ഞു മിണ്ടാതിരിക്കാം. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പല പ്രശ്നങ്ങളിൽ വീഴാൻ സാധ്യത, അല്ല പല പ്രശ്നങ്ങളിൽ നമ്മൾ വീണിട്ടുള്ളത് നമ്മൾ മിണ്ടിയതും കൊണ്ടാണ്. വചനം പറയുന്നത് പോലെ വാക്കൊന്ന് വായിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് മടക്കിയെടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് അറിയാമായിരുന്നു പല കാര്യങ്ങൾ എന്നെ ഇതിൽ കൂടെ, ഈ യാത്രയിൽ കൂടെ എന്നെ പഠിപ്പിക്കാനായിട്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞു. ശത്രുക്കളുടെ മുമ്പിലും ദൈവം നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്നത് ദൈവം. ഞാൻ അന്ന് രാത്രിയിൽ അവർ ഞങ്ങളെ വഴി തടയാതെ ഞങ്ങളെ വിട്ടപ്പം ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ ആ വഴിയിൽ സ്തുതിച്ചു. ദൈവമേ, നിന്റെ വഴികൾ എന്ത് ഉന്നതം, നിന്റെ വഴികൾ കർത്താവേ എൻ്റെ വഴികളെ പോലെയല്ല, എൻ്റെ ചിന്തകൾ നിന്റെ ചിന്തകൾ എൻ്റെ ചിന്തകളെ പോലെയല്ല. ഓ കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഒത്തിരി താമസിച്ചു ഈ അപ്പാർട്ട്മെന്റിൽ എത്തുവാൻ. പക്ഷെ അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എൻ്റെ ദൈവമേ, നിന്റെ വഴികളെ ഓർത്ത് ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിച്ചു. ഞാൻ ഒത്തിരി ദൈവത്തെ നന്ദി കരയറ്റി. ദൈവം പല പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ മിണ്ടാതിരിക്കുവാൻ ദൈവം പഠിപ്പിച്ചു. പലപ്പോഴും സംസാരിച്ചിട്ട് പല പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം ഓരോ ദിവസം പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യാത്രയിൽ ദൈവം എന്നെ ഒരു കാര്യം പഠിച്ചു, നീ മിണ്ടാതിരിക്കണം. ഒടുവിലായിട്ട് പറയാനായിട്ട് അതേ വചനത്തിൽ ഒരു വലിയൊരു മിണ്ടാതിരുന്ന് ഞാൻ ഈ മിണ്ടാതിരിക്കുന്ന കാര്യത്തിന്റെ മേളിൽ പറയുവാണല്ലോ. ഞങ്ങളെ തിരിച്ചിങ്ങോട്ട് വരുവാനായിട്ടുള്ള ഞങ്ങളുടെ ദിവസമായി. എൻ്റെ ഡാഡിയും എൻ്റെ പെങ്ങളും മൂത്ത സിസ്റ്ററും അവരെല്ലാവരും തിരിച്ചു വന്നു. ഒരാഴ്ച കൂടെ താമസിച്ചാ വന്നത്. ഒരാഴ്ച എൻ്റെ വൈഫിന്റെ വീട്ടിൽ അടൂർ അവിടെ പോയി അവരുടെ കൂടെ കുറച്ച് നാൾ നിന്നിട്ടാണ് ഞങ്ങളെ മടങ്ങി ഇങ്ങോട്ട് വന്നത്. അപ്പം ഞങ്ങള് എൻ്റെ പെങ്ങളും ഫാദറും ഒക്കെ തിരിച്ചു വന്നപ്പം അവര് വരുന്ന വഴിയില്ല എൻ്റെ സിസ്റ്ററിന്, എൻ്റെ ബ്രദർ ഇൻ ലോ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പുള്ളിക്കാരൻ അവിടെ കോട്ടയത്ത് ഒരു ജുവല്ലറി ഷോപ്പിൽ പോയിട്ട് പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഒരു ഡയമണ്ട് നെക്ലസ് മേടിച്ചു കൊടുത്തായിരുന്നു. അത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അപ്പം ഈ ഡയമണ്ട് നെക്ലസുമായിട്ട് ഇവര് എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദർ ഇൻ ലോയും മക്കളും എൻ്റെ ഡാഡിയും അവർ തിരിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അവർ അമേരിക്കയിലോട്ട് തിരിച്ചു വന്നു. അപ്പം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് തിരിക്കാൻ നേരത്ത് അടൂരിൽ ഞങ്ങൾ തിരിക്കുക ഒരാഴ്ച കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. ഈ ഡയമണ്ട് നെക്ലസ് കാണാതെ പോയ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ഒരാഴ്ച ഞങ്ങൾ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടൂരിൽ ഞങ്ങൾ തിരിക്കുന്ന ദിവസം ഭയങ്കര മഴ. അത് മാത്രമല്ല, അടൂരിന് എയർപോർട്ട് വരെ കൂടിപ്പോയ ട്രാഫിക് ഇല്ലാതെ 3 മണിക്കൂർ അല്ലെ 4 മണിക്കൂർ അല്ലെ കൂടിപ്പോയെങ്കിൽ 5 മണിക്കൂറിൽ കൂടുതൽ എടുക്കത്തില്ല അടൂരിന്ന് കൊച്ചി എയർപോർട്ട് വരെ വരാനായിട്ട്, നെടുമ്പാശ്ശേരി വരാൻ. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 9 മണിക്കാണ്. രാത്രി 9 മണിക്ക്.
കേൾക്കണേ, ഡ്രൈവറ് വീട്ടിൽ അടൂർ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുക 12 മണിക്ക് ഉച്ചയ്ക്ക്. ഞാൻ ഈ ഡ്രൈവർ അവിടെ മുറ്റത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പുള്ളിക്കാരൻ എന്താ ഇത്ര എളുപ്പം വന്നത്? രാത്രി 9 മണിക്കല്ലേ നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 2-3 മണി കഴിഞ്ഞ് വിട്ടാ പോരെ, അല്ലെ കൂടിപ്പോയാൽ ഒരു 4-5 മണിയായിട്ട് പോയാൽ പോരെ ഓർത്തപ്പോഴത്തേക്ക്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, ആരോടും ചോദിച്ചില്ല, പറഞ്ഞില്ല. ദൈവം എന്നോട് പിന്നെയും പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ മിണ്ടാതിരിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, ദൈവമേ യെസ്, നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, ഞാൻ മിണ്ടത്തില്ല. ഞങ്ങൾ ഒരുങ്ങി ഇപ്പം തന്നെ ആ ഡ്രൈവറിന്റെ കൂടെ ഞങ്ങൾ അങ്ങ് പോകും. എയർപോർട്ടിൽ പോയി വെറുതെ 5-6 മണിക്കൂർ ഇരിക്കുവാനാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങളെല്ലാം ഒരുങ്ങി റെഡിയായി 12:15 ആകുന്നതിന് മുമ്പേ ഞങ്ങൾ സ്ഥലം വിട്ടു. വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ സ്ഥലം വിട്ടു. കേൾക്കണേ, അന്ന് രാത്രി അടൂരിന്ന് കൊച്ചി എയർപോർട്ട് വരെ 4 മണിക്കൂർ അല്ലെ കൂടിപ്പോയെങ്കിൽ 5 മണിക്കൂർ യാത്ര. അന്ന് ഞങ്ങൾക്ക് 7 മണിക്കൂർ എടുത്തു. 7 മണിക്കൂർ എല്ലാം കൂട്ടി ഞങ്ങൾ എത്തിയപ്പം ഭയങ്കര ട്രാഫിക്. വഴിയാത്ര മുഴുവൻ ട്രാഫിക്, എല്ലാം മുക്കിനും കോണ എല്ലാം ട്രാഫിക്. അന്ന് ഞങ്ങൾ എത്തിയപ്പം രാത്രി 8 മണിയോളമായി. കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പം 8 മണിയായി. അവിടെ എയർപോർട്ടിൽ ലൈനിൽ ഒറ്റ മനുഷ്യനില്ല. എല്ലാവരും ചെക്ക് ഇൻ ചെയ്ത് പോയി. 1 മണിക്കൂർ കഷ്ടി 1 മണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ കൗണ്ടറിൽ ഞങ്ങൾ എയർപോർട്ട് കുറച്ച് അടുക്കാറായപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ. ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 7 മണിക്കൂർ ഇത് ഞങ്ങളെല്ലാം ക്ഷീണിച്ച് മുഷിഞ്ഞിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് എയർപോർട്ട് എത്തിയാൽ മതി എന്നോർത്ത് ഞങ്ങൾ വരുന്ന വഴിയിൽ അടുക്കാറായപ്പോൾ ഒരു അരമണിക്കൂറിയുടെ ഉള്ളപ്പം എനിക്കൊരു ഫോൺ കോൾ വരുന്നു. എൻ്റെ സിസ്റ്റർ ഇവിടെ നിന്ന് ന്യൂയോർക്കിന് വിളിച്ചതാ. എന്നോട് ഫോണിൽ കൂടെ പറയുക, ഞങ്ങളെല്ലാവരും 5-6 പേര് വണ്ടിയിൽ ഇരിപ്പോൾ എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു, ഷിബു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പം എൻ്റെ ഡയമണ്ട് നെക്ലസ് ആനിവേഴ്സറിക്ക് പുള്ളിക്കാരിയുടെ എൻ്റെ അളിയൻ മേടിച്ചു കൊടുത്ത ഡയമണ്ട് നെക്ലസ് എയർപോർട്ടിൽ വെച്ചിട്ട് ആരാണ്ട് കട്ടെടുത്തു. അവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എയർപോർട്ടിന്റെ മാനേജറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർക്കറിയാം ഈ വിഷയത്തെക്കുറിച്ച്. അവിടെ ചെല്ലുമ്പോൾ അവർ മാനേജറിനോട് ഒരു പ്രാവശ്യം ചോദിക്കണം, നീ അവർക്ക് വല്ല കിട്ടിയോ, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ വല്ലതും നടന്നോ ചോദിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ ഈ യാത്രയുടെ ക്ഷീണത്തിൽ ഞാൻ വിഷമിച്ച് വണ്ടി ഇരിക്കുമ്പം അതിൻ്റെ മേളിൽ കൂടെ ഈ ഫോൺ കോളാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ദൈവം പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ല മിണ്ടാതിരിക്കാൻ. ഞാൻ ഒരു വാക്ക് പോലും വണ്ടിയിൽ ആരോടും പറഞ്ഞില്ല. ഞാൻ മിണ്ടാതെ ദൈവത്തോട്, ദൈവമേ ലോർഡ്, നീ കേട്ടല്ലോ എല്ലാം, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എയർപോർട്ടിൽ ഞങ്ങൾ താമസിച്ചു പോയി. അവിടെ ആരെങ്കിലും കാണുമോ, സംസാരിക്കാൻ സമയമുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവമേ, നീ തന്നെ നിന്റെ കരങ്ങളോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ വണ്ടിയിലുള്ളവരെല്ലാവരും ചോദിച്ചു, ആരായി ഫോൺ വിളിച്ച്, എന്താ കാരണം എന്നൊക്കെ. ഞാനൊന്നും പറഞ്ഞില്ല, ആരെയും വിഷമിപ്പിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. ദൈവം പറഞ്ഞു മിണ്ടാതിരിക്കാനായിട്ട്. ഇവിടെ നിന്ന് വിട്ടപ്പോഴേ ദൈവം പറഞ്ഞതാ മിണ്ടാതിരിക്കാനായിട്ട്. ദൈവം ഞാൻ മിണ്ടുന്നില്ല, ഞാൻ മിണ്ടാതെ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ദൈവം ഒരു ആലോചന പറഞ്ഞു, നീ ആ മാനേജറിനെ കാണുമ്പം ഈ മാനേജറിന് ഒരു മനുഷ്യനും പോലും അവിടെ 2-3 പേരൂടെ ഉള്ളൂ ആ ചെക്ക് ഇൻ ചെയ്ത് പോകാൻ, എല്ലാവരും പോയി. അപ്പോൾ ഞാൻ ആ മാനേജറിനെ കണ്ടപ്പോൾ മാനേജറിൻ്റെ അടുത്ത് ഓടിപ്പോയി ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ ഡയമണ്ട് നെക്ലസ് കാണാതെ പോയ കാര്യം ചോദിച്ചു. ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിവരം ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് കൃത്യമായിട്ട് അത് കിട്ടാതിരിക്കത്തില്ല. ബിക്കോസ് ഇവിടെ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ക്യാമറ ഉണ്ട്, ഞങ്ങളെല്ലാ ക്യാമറ ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. ആ ദിവസം ഇവിടെ ആരൊക്കെ ജോലിയിലുണ്ടായിരുന്നു ഞങ്ങൾ അതിങ്ങനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ വളരെ അടുത്തടുത്തായി വരിക. അത് ഞങ്ങൾ അധികം താമസിക്കാതെ ഞങ്ങളത് കണ്ടുപിടിക്കും. അറിഞ്ഞോട് ഇപ്പം ഞങ്ങൾ കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു പറയാം. സിസ്റ്ററിനോട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇമെയിലിൽ കൂടെ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഇപ്പം ഞങ്ങൾ ലേറ്റായി പോയി. അപ്പം ചെക്ക് ഇൻ ചെയ്യാനായിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം പോയി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഒരു അപ്ഗ്രേഡ് ചെയ്ത് തരാമോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു ബിസിനസ് ക്ലാസ്സിലോട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാവോ, ഞങ്ങൾ ഇത്രയും താമസിച്ചു പോയത് കൊണ്ട്.
ഞങ്ങൾ ഇത്ര പൈസ കൂടുതലാണെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ദുബായ് വരെ പോകാനായിട്ടുള്ള അപ്ഗ്രേഡ് ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഞങ്ങൾ വാഹനത്തിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് കയറാനായിട്ട് ഞങ്ങൾ ഗേറ്റിൽ നിൽക്കുമ്പം പുള്ളിക്കാരൻ വന്നു എന്നോട് വന്ന് പറഞ്ഞു, ഈ മാനേജർ ഗേറ്റ് ഞങ്ങൾ പ്ലെയിനിൽ കയറാനായിട്ട് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, സാർ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനാ ബിസിനസ് ക്ലാസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. ഒരു പൈസ പോലും തരണ്ട. നിങ്ങൾ രണ്ടുപേരെയും ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. മക്കളെ, ഞങ്ങളെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യാനായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയതയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്ന ഒരു കാര്യം, യാത്ര മുഴുവൻ മിണ്ടാതിരുന്നത് കൊണ്ട് ദൈവം ഒരു റിവാർഡായിട്ട്, ഒരു പ്രതിഫലമായിട്ട് ദൈവം മാത്രമേ ഞാനത് കണക്കാക്കുന്നുള്ളൂ. ഞങ്ങളെ പ്ലെയിനിൽ കയറി, ഫസ്റ്റ് ക്ലാസ്സിൽ കയറി. ഞങ്ങളിവിടെ വന്നപ്പം ദൈവം ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങൾ ദൈവമേലോ മിണ്ടാതിരുന്നു. എല്ലാ കാര്യങ്ങളും കർത്താവ് പറഞ്ഞതുപോലെ മിണ്ടാതിരുന്നു. ഞാൻ ചെയ്തു. ഡാഡിയൊക്കെ സുഖമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയ സംഗതിയെക്കുറിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് മിണ്ടാതിരിക്കാന്നല്ലേ പറഞ്ഞു. നീ വീട്ടിൽ എത്തിയില്ലല്ലോ, നീ മിണ്ടാതിരിക്കും. നീ വീട്ടിൽ എത്തുന്ന വരെ നീ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു. ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ചോദിച്ചു. ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. മാനേജർ പറഞ്ഞു അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഉടനെ അറിയിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എൻ്റെ സിസ്റ്റർ പുള്ളിക്കാരി പറഞ്ഞു, അവര് വലിയൊരു കുടുംബം, അവര് 5-6 പേരാ കുടുംബത്തിൽ നിന്ന് പോയത്. അപ്പൊ അവർക്കൊരു 10-15 പെട്ടി ഉണ്ടായിരുന്നു. അപ്പം ഈ ദിർവിയില് അവർ ഈ ഡയമണ്ട് വെച്ച പെട്ടി അവര് തെറ്റിപ്പോയി. അവരോർത്ത് വേറെ ഒരു പെട്ടിക്കകത്താ വെച്ചേന്നോർത്ത് അവര് ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എല്ലാ പെട്ടികളും പിന്നെയും പരിശോധിച്ചപ്പം ഈ ഒരു 10 പെട്ടി അവർക്കുണ്ടായിരുന്നു. 10-12 പെട്ടി ഉണ്ടായിരുന്നു. ഒരു പെട്ടി ഒരു പെട്ടിക്കകത്ത് ഒരു കോണയില് ഈ ഡയമണ്ട് നെക്ലസ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനിത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ചെറിയ കഥ പോലെ നമ്മളങ്ങ് കേട്ടുവിടുക. പക്ഷെ അതിൽ കൂടെ അനുഭവിച്ച ഞാൻ ഒരു കാര്യം മാത്രം പറയാനാണ് ഇത്രയും പറഞ്ഞത്. ചില കാര്യങ്ങൾ ദൈവം ചിലപ്പോൾ നമ്മളോട് പറയും മിണ്ടാതിരിക്കുവാൻ. പലപ്പോഴും തോന്നും, ദൈവമേ ഇത് ശരിക്കും മിണ്ടാതിരിക്കാനാണോ? എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? ഇങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ നടന്നപ്പം എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പറയണം, പലപ്പോഴും നമുക്ക് വലിയ അഭിപ്രായം പറയണം, അല്ല പലപ്പോഴും നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ തോന്നിപ്പോകുമ്പം ദൈവം ചിലപ്പോഴൊക്കെ നമ്മളോട് പറയും മിണ്ടാതിരുന്നു, ഞാൻ ദൈവം എന്നറിയുന്നു. ദൈവമക്കളെ, ഈ യാത്ര ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് 10-60 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബയോഗം നടന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു ദൈവം തന്നത്. ദൈവം ഇതെല്ലാം ചെയ്തു. ദൈവം ചെയ്തതാ, ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങളോട് ദൈവം പറഞ്ഞ പോലെ, എന്നോട് ദൈവം പറഞ്ഞതുപോലെ മിണ്ടാതിരുന്നു ഞാൻ പോയി. ദൈവം എല്ലാം ചെയ്തു. ദൈവം കഴിവുള്ള ദൈവമാണ്. ചിലപ്പം നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും, നിങ്ങളോട് ചില കാര്യം ചെയ്യാൻ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ചിലപ്പം ദൈവം നമ്മളൊന്നും ഈ വിഷയത്തിന്റെ മേളിൽ നമ്മൾ വലിയതായിട്ട് കൈകാര്യം ചെയ്യാതിരുന്നാൽ മതി. ദൈവത്തിന് എല്ലാം ചെയ്യുവാൻ, ദൈവത്തിന് എല്ലാം അറിയാം. അവന് ചെയ്യാൻ കഴിവുണ്ട്. അവന് ചെയ്യേണ്ട വഴികൾ വേറെ വലിയ വലിയ വഴികളാണ്. ഉന്നത വഴികൾ അവന്റെ വഴികൾ, നമ്മൾ ചിന്തിക്കാത്ത വഴികൾ അവന്റെ വഴികൾ. ആ വഴിയിൽ കൂടെ നമ്മൾ പോകുവാൻ നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളിൽ കൂടെ ദൈവം പ്രവർത്തിക്കും. അതിനൊരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തെ ചുരുക്കിക്കൊണ്ട് ഞാൻ എന്റെ വൈഫിന്റെ കയ്യിലോട്ട് ഞാൻ കൊടുക്കുന്നു. താങ്ക്സ്ഗിവിംഗിന്റെ ദിവസം ആദ്യം മക്കളോട് എല്ലാവരോടും കൂടെ ആയിരിക്കാനും എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ഡാഡിയും കൊണ്ട് പോയ കാര്യം കേട്ടല്ലോ. പറഞ്ഞപ്പം വളരെ അത്ര ഇതായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല. എന്നാലും ഞങ്ങൾക്കൊരു വലിയൊരു അണ്ടർടേക്കിംഗ് ആയിരുന്നു ഡാഡിയും കൊണ്ട് പോയത്. ബിക്കോസ് ഡാഡിക്ക് ഒത്തിരി മെഡിക്കൽ കോമോബിഡിറ്റീസ് ഉള്ളതാണ്. സംടൈംസ് ഓക്സിജൻ ഡിപ്പെൻഡൻസ് ഉണ്ട്, CHF ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, AICD ഉണ്ട്, അങ്ങനെ ഒത്തിരി. പിന്നെ മെഡിക്കൽ എയർലൈനിക്ക് ഒരു കോംപ്ലിക്കേറ്റഡ്
ലിമിറ്റഡ് ആയതുകൊണ്ട് അത്രയും മേടിച്ചിട്ടാണ് എയർലൈൻസ് സമ്മതിച്ചത്. ഓക്സിജൻ ടാങ്കും ഞങ്ങൾക്ക് പിന്നെ എല്ലാം ഇതുണ്ടല്ലോ, ഇൻസുലിൻ്റെ സിറിഞ്ചസ്, IV ഒക്കെ ഇൻ കേസ് IV വേണമെങ്കിൽ IV ട്യൂബിങ്സ് ഒക്കെ ആയിട്ട് ഒത്തിരി ഇതായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഡാഡിയെ കൊണ്ട് പോയത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ വിശ്വസ്തതയായിരുന്നു ഡാഡിയെ കൊണ്ടുവരാനായിട്ട്. വലിയൊരു ആഗ്രഹമായിരുന്നു പോയി എല്ലാവരെയും കാണാനായിട്ട്. 14 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ പോയി കാണുവാനും എല്ലാവരെയും കണ്ടിട്ട് തിരിച്ചു വന്ന് വിത്തിന് ഒരു 10-16 മാസം കഴിഞ്ഞപ്പോൾ ഡാഡി ഈ ലോകം വിട്ട് കടന്നുപോയി. എന്നാൽ ഡാഡിയുടെ ആഗ്രഹപ്രകാരം എല്ലാവരെയും കാണുവാനും എല്ലാവരുമായിട്ട് സന്തോഷം പങ്കിടുവാനും ദൈവം ഡാഡിക്ക് ഒരു അവസരം കൊടുത്തു. അതിന് ഞങ്ങളെയും ദൈവം സഹായിച്ചു. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ 2019 സമ്മറിൽ നടന്ന ഒരു കാര്യമാണ്. ഞാനിത് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ലൈനിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിലോ. ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് അറിയില്ല, ദൈവം ഏത് വഴിയാണ് ദൈവം എൻകറേജ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം 2019 ജൂലൈയിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ദൈവനാമത്തിൽ ആശ്രയിക്കുന്നു. എനിക്ക് 2018 ലാസ്റ്റ് തൊട്ട് എനിക്ക് എൻ്റെ വയറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെയിൻ അല്ല, ഒരു ഡിസ്കംഫർട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് നമുക്ക് എന്തോന്ന് തോന്നുമ്പോൾ, പക്ഷെ എന്നാലും ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ എന്നാലും 2019 സമ്മർ ആയപ്പോഴത്തേക്ക് അതിങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ആ പെയിൻ വന്നു. ഞാൻ ഓർത്ത് ദൈവമേ പോയി ഒന്ന് ഡോക്ടറെ കാണാം എന്ന് ഓർത്ത് GI ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എനിക്കൊരു കാറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. സോ ഞാൻ കാറ്റ് സ്കാന് ജൂലൈ ഒരു 3rd വീക്കിലാണ് പോയി എൻ്റെ അബ്ഡമൻ കാറ്റ് സ്കാൻ ചെയ്തു. അബ്ഡമൻ ആൻഡ് പെൽവിക് കാറ്റ് സ്കാൻ ചെയ്തു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ആത്മീയമായിട്ട് ദൈവത്തിൻ്റെ മുഖം തേടിക്കൊണ്ടിരിക്കുക. ദൈവമേ, എന്താണ് നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു റാറ്റ് റേസ് ആണല്ലോ, എപ്പോഴും ജോലി പോകുന്നു വരുന്നു, ആരാധനയിൽ പോകുന്നുണ്ട്, സാറ്റർഡേ ഉപവാസ പ്രാർത്ഥനയുണ്ട്, ട്യൂസ്ഡേ ബൈബിൾ സ്റ്റഡി ഉണ്ട്, ഇങ്ങനെ നമുക്ക് ഒത്തിരി ചർച്ചിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഞങ്ങൾ ഓർത്തു ഇപ്രാവശ്യം സമ്മറിൽ ഏതായാലും വെക്കേഷൻ എടുക്കുമല്ലോ. അപ്പം സാധാരണ വെക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യും വേറൊരു കൺട്രിയിൽ, അല്ലെങ്കിൽ ഫാമിലീസിനെ പോയി കാണും. എൻ്റെ പപ്പയുടെ സൈഡ് ഫാമിലി എല്ലാം കാനഡയിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്, വാങ്കൂവർ. അപ്പോൾ ഞങ്ങൾ സാധാരണ എല്ലാ സമ്മറിലും വാങ്കൂവറിൽ പോകും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഓർത്തത് ഈ പ്രാവശ്യം ഏതായാലും അങ്ങനെ വെക്കേഷൻ ഫാമിലിയെയും ഫ്രണ്ട്സും ട്രാവലിംഗ് ഒന്നും വേണ്ട, നമുക്ക് ദൈവം സന്നിധിയിൽ ഇരിക്കാം നമുക്ക് ആ 2 ആഴ്ചയെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ബില്ലി ഗ്രഹാമിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ആഷ്വില്ലെ ദക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു പേഴ്സണൽ റിട്രീറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ ദൈവനാമത്തിൽ ആഗ്രഹിച്ചു. അപ്പോൾ അതിനു വേണ്ടി രജിസ്റ്റർ ചെയ്തു ഒരാഴ്ചത്തെ പേഴ്സണൽ സ്പിരിച്വൽ റിട്രീറ്റ് ആഷ്വില്ലിൽ എടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നോർത്ത് കരോലൈന അവിടുന്ന് ഷാർലറ്റ് റാലിന്ന് ഷാർലറ്റിൽ നിന്ന് പിന്നെ ആഷ്വില്ലിൽ പോകാനായിട്ട് ഇരുന്നു. ഇവിടുന്ന് ഞങ്ങൾ നോർത്ത് കരോലൈനോട്ട് ഇവിടുന്ന് ന്യൂയോർക്കിന് ഓൾമോസ്റ്റ് 10 hours ഡ്രൈവ് ഉണ്ട് റാലി. അപ്പം അവിടേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു റെസ്റ്റ് ഏരിയയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഡോക്ടേഴ്സ് ഓഫീസിൽ നിന്ന് കോള് വരുന്നത്. കോൾ വന്നിട്ട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ റിസൾട്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ GI ഡോക്ടറെ അറിയാം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞ് ഐ എം ലിറ്റിൽ ബിറ്റ് കൺസേൺഡ് ഈ സൈസ്, അതായത് നിനക്കൊരു ലെഫ്റ്റ് ഓവറിക്ക് അടുത്ത് ഒരു അഡ്നെക്സൽ മാസ് എന്ന് പറയും, അതാണ് ലെഫ്റ്റ് ഓവറിയുടെ അടുത്ത്. അതൊരു സൈസ് കണ്ടിട്ട് എനിക്ക് വളരെ കൺസേൺഡ് ആണ്. ഈ ഉടനെ തന്നെ GYN ഡോക്ടറുമായിട്ടത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി വിളിച്ചു, ആദ്യം പുള്ളിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, പിന്നെ പുള്ളിക്കാരൻ പേഴ്സണലായിട്ട് വിളിച്ചു, പിന്നെ എൻ്റെ പ്രൈമറി കെയർ ഡോക്ടർ വിളിച്ചു. അങ്ങനെ ഫോൺ കോൾസ് 1 after 1. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റിലൊക്കെ പോയി കഴിയുന്ന തന്നെ നമുക്കൊരു റിസൾട്ട്, നമ്മളെ ആരും വിളിച്ചില്ല, വി ഓൾവേസ് സേ നോ കോൾ ഇസ് എ ഗുഡ് തിങ്, റൈറ്റ്? നോ ന്യൂസ് ഇസ് ഗുഡ് ന്യൂസ് എന്ന് നമ്മൾ എപ്പോഴും പറയും. സോ അവരെന്തെങ്കിലും അബ്നോർമലായിട്ട് കണ്ടെങ്കിലേ നമ്മളെ വിളിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഡോക്ടർ കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ് ഈസ് റിയലി കൺസേണിങ്.
അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങൾ നിന്റെ മുഖം തേടി ഞങ്ങൾ 2 ആഴ്ചത്തേക്ക് ഞങ്ങളുടെ ബിസി ലൈഫിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് ഞങ്ങൾ നിന്റെ മുഖം തേടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതെന്താ ദൈവമേ ഇങ്ങനെ ആയതെന്നുള്ള ഒരു 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 ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. എനിക്ക് അതിൻ്റെ കൂടെ ഭയങ്കര ആങ്സൈറ്റി ആയിപ്പോയി. നമുക്കിങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ ആങ്സൈറ്റി. ഞങ്ങൾ അങ്ങനെ പിന്നെ റാലിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ വീട്ടിൽ ചെന്ന്, ജോളി മാം അവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളന്ന് രാത്രിയിൽ വർത്തമാനം പറഞ്ഞ് കിടന്നു. എനിക്ക് 2 മണിയായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ രാത്രിയിൽ എണ്ണിച്ചിരുന്നപ്പോൾ എനിക്ക് ഞാൻ ബൈബിൾ എടുത്തപ്പോൾ ഞാൻ ഇപ്പം അച്ഛൻ കുറച്ച് മുമ്പ് പറഞ്ഞ സെയിം വചനമാണ്, സാംസ് 46 സങ്കീർത്തനം 46 കൂടിയാണ് ദൈവം എന്നോട് സംസാരിച്ചത്. അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതുപോലെ തന്നെ 10-ാമത്തെ വാക്യം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ആ ഒരു വചനം ദൈവം എന്നെ ബലപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്നു. രാവിലെ എഴുന്നേറ്റു. ഞങ്ങൾ അവിടുന്ന്, നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല, ഞാൻ എപ്പോഴും കാണുന്ന ഒരു TV പ്രോഗ്രാമാണ് സിഡ് റോത്തിന്റെ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. ആ ഒരു എന്നെ എപ്പോഴും ഒത്തിരി എൻകറേജ് ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ് എൻകറേജസ് മീ ഇൻ ഫെയ്ത്ത്. അങ്ങനെ ഒരു ഇത്. അപ്പൊ എനിക്ക് അറിയായിരുന്നു സിഡ് റോത്തിന്റെ സൂപ്പർ നാച്ചുറൽ റെക്കോർഡ് ചെയ്യുന്നത് ഷാർലറ്റിനാണ്. അപ്പൊ ഞങ്ങള് ഒരു റെക്കോർഡിങ് ലൈവ് ഓഡിയൻസിൽ ഇരിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അങ്ങനെ ഷാർലറ്റിലേക്ക് പോയി സിഡ് റോത്തിന്റെ അവിടെ അത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞിട്ട് അവിടുന്ന് നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ ബിലിഗ്രാമിന്റെ ലൈബ്രറി, ഷാർലറ്റിൽ ബിലിഗ്രാമിന്റെ ലൈബ്രറി പോയി. അപ്പൊ അവിടെ ഷാർലറ്റിലെ ബിലിഗ്രാമിന്റെ ലൈബ്രറി പോയപ്പോൾ എനിക്കൊന്ന് ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ബിലിഗ്രാമിന്റെ ലൈബ്രറി പോകണം. പക്ഷെ അവിടെ ചെന്നപ്പം എനിക്ക് വലിയൊരു സങ്കടമായിട്ട് ഈ ഒരു ന്യൂസ് എൻ്റെ മനസ്സിൽ കിടന്ന് എന്നെ ഒത്തിരി അത് ആകുലപ്പെടുത്തുന്നു. ഞാനോടത്ത് ദൈവമേ ഇത്. അപ്പം അവിടെ ഇങ്ങനെ ലൈബ്രറി കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ പ്രെയർ വാരിയേഴ്സ് ഉണ്ട്. പ്രെയർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അവിടെ ഒരു സിസ്റ്ററെ കണ്ടു, ബോണി എന്ന് പറഞ്ഞ് ഒരു പ്രായമുള്ള ഒരു സിസ്റ്റർ. അപ്പൊ പുള്ളിക്കാരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഇങ്ങനെ ഈ CT സ്കാൻ കണ്ടു, അവരിങ്ങനെ വളരെ അബ്നോർമൽ ഒരു ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്, ഞാൻ ഒത്തിരി കൺസേൺ ആണ് അതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തന്ന ഒരു വചനം സാംസ് 138ന്റെ 2 അത് മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. സോ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി അതായത് ദൈവത്തിന്റെ വാഗ്ദാനം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നാമത്തിന് മേലെയാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ നാമത്തിന് മേലെ, ഞാനത് ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിച്ചോട്ടെ, അത് ഇച്ചിരൂടെ അത് ക്ലിയർ ആണ് ഇംഗ്ലീഷിൽ. ഇറ്റ് സേസ്, ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫോർ യു ഹാവ് മാഗ്നിഫൈഡ് യുവർ വേർഡ് അബവ് യുവർ നെയിം. സോ യുവർ വേർഡ് ഈസ് അബവ് യുവർ നെയിം. നിന്റെ വചനം നിന്റെ നാമത്തിന് മേലെയാണ്. അത് പറഞ്ഞ് എന്നെ പുള്ളിക്കാരി ശക്തിപ്പെടുത്തി. പുള്ളിക്കാരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വചനം വെച്ച് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വചനങ്ങൾ പറഞ്ഞു. അതായത് Isaiah 54:17 ഒരു ആയുധവും നിനക്കെതിരെ, നോ വെപ്പൺ ദാറ്റ് ഫോംഡ് അഗൈൻസ്റ്റ് ഷാൽ പ്രോസ്പർ. പിന്നെ Exodus 23:25 and 26 ഇങ്ങനെ ഹീലിംഗ് വേർഡ്സ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. രാവിലെയും വൈകിട്ടും ഞങ്ങൾ വെക്കേഷനിൽ. എന്നാലും എന്റെ ചിന്ത മൊത്തം ഇതായി. ഞാനിങ്ങനെ ആ ഒരു ആത്മാവിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തോട് ഇങ്ങനെ മല്ല് പിടിച്ചോണ്ടിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞ ദൈവത്തോട് മല്ല് പിടിക്കായിരുന്നു. ഞങ്ങളുടെ ഇത് പോകുന്നതിന്റെ വേറൊരു കാര്യം, ഞങ്ങൾ ഈ നോർത്ത് കാരോലൈനയ്ക്ക് പോകാൻ കാരണം, ഞങ്ങൾ നോർത്തേൺ ജോർജിയ റിവൈവലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അവിടെ പാസ്റ്റർ ടോഡ് സ്മിത്തിന്റെ ചർച്ചിൽ, ക്രൈസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിൽ ഒരു നോർത്തേൺ ജോർജിയ റിവൈവൽ നടക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ പലപ്പോഴും പല റിവൈവൽസിനെ പറ്റി കേട്ടിട്ടുണ്ട്. പെൻസക്കോല, ബ്രൗൺസ്വിൽ റിവൈവൽ, നമ്മുടെ അസൂസ സ്ട്രീറ്റ് റിവൈവൽ, ഇങ്ങനെ പലതിനെ പറ്റി വായിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു റിവൈവലിന് പങ്കുകൂടാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ അത് പോയി കാണണം. അപ്പൊ ഇതൊക്കെയാ
ഇതെല്ലാമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അപ്പം പിന്നെ സിഡ്രോത്തിന്റെ സൂപ്പർ നാച്ചുറൽ കാണണം, അത് കഴിഞ്ഞ് ബില്ലിഗ്രാമിന്റെ ലൈബ്രറി, അത് കഴിഞ്ഞിട്ട് ഡോസൺവിൽ ജോർജിയയിലെ ഡോസൺവില്ലില് ക്രൈസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിൽ പോയിട്ട് ഈ നോർത്തേൺ ജോർജിയ റിവൈവൽ അവിടെ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണണം. അപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പം ദൈവമക്കളെ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ യൂട്യൂബിലൊക്കെ ഒത്തിരി ഉണ്ട്. ഈവൻ സിഡ്രോത്തിൻ്റെനകത്ത് പാസ്റ്റർ ടോഡ് സ്മിത്ത് വന്നത് പറയുന്നുണ്ട് അവിടെ എന്താ നടക്കുന്നതെന്നുള്ള ഒരു ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ, റിവൈവൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അന്ന് ജോർജിയയിൽ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ അവിടെ സൺഡേ ഈവനിങ് 6 മണിക്കാണ് അവിടെ സർവീസ് തുടങ്ങുന്നത്. ഞങ്ങൾ 4 മണി കഴിഞ്ഞപ്പോൾ ആ ചർച്ചിന്റെ പാർക്കിംഗ് ലോട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ അതിശയപ്പെട്ടു പോയി. ഇതുവരെ ഇങ്ങനെ ഒരു ചർച്ചിൽ കയറാൻ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ പാർക്കിംഗ് ലോട്ട് മൊത്തം ഒരു വലിയൊരു വെയർ ഹൗസിലായി ചർച്ച്. ആ വെയർ ഹൗസിന്റെ പാർക്കിംഗ് ലോട്ട് മൊത്തവും നിറഞ്ഞ് അവിടെ ഇങ്ങനെ ആൾക്കാർ ഒരു 10-100 പേര് ഞങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇത് ചർച്ചിനകത്തേക്ക് കയറാൻ. ഞങ്ങൾ അങ്ങനെ കയറിയപ്പോൾ 4 മണി തൊട്ട് അവിടെ 6 മണി വരെ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ. അവിടെ ഒത്തിരി പ്രെയർ വാരിയേഴ്സ് ഉണ്ട്. അവരെല്ലാം ഓരോ ചേറയിലും തൊട്ട് പ്രാർത്ഥിക്കുന്നു, അയലിക്കൂടെ നടന്ന് പ്രാർത്ഥിക്കുന്നു, പടികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കയറിയപ്പോഴേ എനിക്ക് the spirit of God. ഒരു ഭയങ്കര ഒരു പ്രസൻസ്, ദൈവത്തിന്റെ ഒരു ഭയങ്കര ഒരു ഗ്ലോറി ആയിരുന്നു ആ ഒരു ചർച്ച് ബിൽഡിങ്ങിനുള്ളിൽ. എനിക്കത് ഭയങ്കരമായിട്ട് അത് അനുഭവപ്പെടാൻ എനിക്കിടയായി. എനിക്ക് കരച്ചിൽ നിൽക്കുന്നില്ല. എനിക്ക് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തോട് പറയും. എനിക്ക് അപ്പോഴേ മനസ്സിലായി. എനിക്ക് ഓരോരുത്തർക്കും നമ്മൾ ആത്മാവിലാകുമ്പോൾ ഓരോ ടൈപ്പിലെ മാനിഫെസ്റ്റ്. പലപ്പോഴും ഞാൻ ആത്മാവിലാകുമ്പോൾ എനിക്ക് എൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ കരഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നിലവിളിച്ചിങ്ങനെ കരയുവാണ്. 2 മണിക്കൂർ ഞാൻ കരഞ്ഞു. 6 മണി ആയപ്പോൾ അവർ സർവീസ് തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഹോട്ടലിൽ വന്നപ്പോൾ സർവീസ് കഴിഞ്ഞപ്പോൾ തന്നെ വെളുപ്പിനെ 2 മണി 2:30 ആയി. സ്നാനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക. ചില ആഴ്ചകളിൽ 5 മണി വെളുപ്പിനെ 5 മണി വരെയൊക്കെ സ്നാനങ്ങൾ നടക്കാറുണ്ട്. സ്നാനം ഇറങ്ങുന്നു. നിങ്ങളത് പോയി നോക്കിയാൽ യൂട്യൂബിലുണ്ട്. പാസ്റ്റർ ടോഡ് സ്മിത്തിന്റെ നോർത്തേൺ ജോർജിയ റിവൈവൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നടക്കുന്ന സംഭവങ്ങളും എങ്ങനെയാ അത് തുടങ്ങിയതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കത് സ്റ്റോറി ഞാൻ അതിന് വേണ്ടി സമയം എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവിടെ ഇറങ്ങി. അവിടെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. എനിക്കൊരു ഭയങ്കര ഒരു അഷ്വറൻസ് ആയിരുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തോ ചെയ്തു എന്നുള്ളൊരു വലിയ ഒരു അഷ്വറൻസ് ആയിരുന്നു. അപ്പൊ 2017 എന്നോട് ദൈവം Isaiah 43 കൂടി ഇങ്ങനെ സംസാരിച്ചു. എനിക്ക് 17 എനിക്ക് ഇതുപോലെ വയറ്റിന് കുറച്ച് അസ്വസ്ഥത വന്നപ്പോൾ എനിക്കൊരു കോളനോസ്കോപ്പിയും എൻഡോസ്കോപ്പിയുടെ ആവശ്യം വന്നു. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരുങ്ങി ഇരുന്നപ്പോഴത്തേക്ക് അതിലും ഇതുപോലെ ഒരു ആങ്സൈറ്റി ആയിരുന്നു. അന്ന് എന്നോട് 3 പ്രാവശ്യം എൻ്റെ എൻഡോസ്കോപ്പി ഫ്രൈഡേ ആയിരുന്നു. ആ സെയിം വീക്കില് ദൈവം എന്നോട് 3 വട്ടം ഇടപെട്ടു. യെശയ്യാവ് 43 കൂടെ. ആ 43 ആദ്യത്തെ ആ ഒരു 3-4 വചനങ്ങൾ. ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും ശെബയും കൊടുത്തിരിക്കുന്നു. ഈ ഒരു വചനം ദൈവം എന്നോട് പറഞ്ഞത്. ഞാനപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്നോട് 2017 പറഞ്ഞതായി വചനം ഒരു പ്രാവശ്യമല്ല 3 വട്ടം നീ എന്നോട് പറഞ്ഞു സംസാരിച്ചു ഈ വചനം. അങ്ങനെ എൻ്റെ കോളനോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം നീ എന്നെ മരണത്തിന് ഏൽപ്പിക്കത്തില്ല, നിന്റെ വചനമാണിത്. അപ്പൊ ഈ വചനം പറഞ്ഞു ദൈവമക്കളെ ഞാൻ ദൈവത്തോട് ആത്മാവിൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ നോർത്തേൺ ജോർജിയ റിവൈവലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ന്യൂയോർക്കിൽ വന്ന് ഞങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ന്യൂയോർക്കിൽ വന്നു. 6-ാം തീയതി ഞാൻ OBGYN ഇതിന് ഫോളോ അപ്പ് എക്സാം സോണോഗ്രാമിനായിട്ട് പോയി.
അവിടെ ചെന്ന് ഭയങ്കര ഒരു അതായിരുന്നു. എൻ്റെ കുടുംബം ഇവിടെ, അച്ഛൻ്റെ കുടുംബം, എൻ്റെ സിസ്റ്റർ ലോസ്, ഞങ്ങളുടെ ചർച്ച്, എല്ലാവർക്കും അറിയാമായിരുന്നു ഇത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞങ്ങളുടെ ദൈവമക്കളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പോയി. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പേ എൻ്റെ CT സ്കാൻ്റെ റിപ്പോർട്ട് ഇവിടെ ന്യൂയോർക്കിലെ കോർണൽ ഹോസ്പിറ്റലായിരുന്നു അപ്പോയിൻമെൻ്റ് എടുത്ത്. അവിടുത്തെ എൻ്റെ ഡോക്ടറിന് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത് നേരത്തെ കിട്ടിയിരുന്നു. അപ്പം പുള്ളിക്ക് അറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഈ സോണോഗ്രാമിൽ വരികയെന്നുള്ളത്. ഇനി പുള്ളിക്ക് അറിയാമായിരുന്നു. മക്കളെ സോണോഗ്രാം എടുത്തപ്പോൾ അങ്ങനെ ഒരു ഗ്രോത്തേ ഇല്ല അവിടെ. സ്തോത്രം. ഒന്നുമില്ല. പുള്ളിക്കാരൻ പറയാം, ഞാനൊന്നും കാണുന്നില്ല നിന്റെ ഓവറിയിൽ. അഡ്നെക്സൽ മാസത്തിന്റെ ലെഫ്റ്റ് ഓവറിയുടെ അടുത്തായി ഈ കാണുന്ന CT സ്കാനിൽ കാണുന്ന ഈ ഒരു ഗ്രോത്ത്. അതൊരു വലിയ ഗ്രോത്ത് ആയിരുന്നു. ഓൾമോസ്റ്റ് 3 ഇഞ്ചസ് വലിപ്പമുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ് ഒന്നും ഞങ്ങൾ കാണുന്നില്ല ഇവിടെ, ഒന്നും കാണുന്നില്ല. ദൈവമക്കളെ ഞാൻ പറയാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്തു. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. അവനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ പറയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ +1 +2 പഠിച്ചപ്പോൾ ദൈവം എനിക്ക് പ്രോമിസ് തന്നാണ്. Isaiah 49:16 ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. ദൈവം എന്നെ ഉള്ളംകരത്തിൽ വരച്ച് ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ CT സ്കാനിൽ കണ്ട ആ ഒരു ഇത് 1-1.5-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി അത് വാങ്ങിച്ചു. ഞാൻ പറയട്ടെ, ഇതൊന്നുമല്ല, ദൈവത്തിന്റെ ഒരു വലിയ കരമായിരുന്നു. അവൻ എന്നെ തൊട്ടു. പറഞ്ഞതുപോലെ ഉണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. ആ ഒരു ദൈവം എന്നെ അത് പഠിപ്പിച്ചു. ദൈവം എന്നെ സൗഖ്യമാക്കി. ദൈവം എന്നെ തൊട്ടു. ദൈവം എന്നെ തൊട്ടെന്നെ സൗഖ്യമാക്കി. ദൈവത്തിന്റെ നാമത്തിന് എല്ലാ ഓൾ ഗ്ലോറി, ഓൾ പ്രൈസസ്, ഓൾ മാജസ്റ്റി എല്ലാം ദൈവത്തിനുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടി ഭയപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ദൈവത്താൽ നത്തിങ് ഇമ്പോസിബിൾ വിത്ത് അവർ ഗോഡ്. നത്തിങ്, absolutely nothing impossible with our God. ഞാൻ പറഞ്ഞല്ലോ, കോളനോസ്കോപ്പിയുടെ ഒരു ഇതിൽ ദൈവം എന്നോട് സംസാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ടെസ്റ്റ്, എനിക്കൊരു തൈറോയിഡ് നോഡ്യൂൾസിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാത്രിയിൽ ഇങ്ങനെ ഭയങ്കര കഴുത്തിൻ്റെ അവിടെ, തൈറോയിഡിൻ്റെ അവിടെ ഭയങ്കര ചൊറിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ എനിക്കറിയാമായിരുന്നു എനിക്ക് തൈറോയിഡ് നോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പിന്നെയും ഞാൻ ഇതുപോലെ ടെസ്റ്റിന് പോയപ്പോൾ ഞാനന്ന് സൺഡേയിൽ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, വെനസ്ഡേ ആണ് എൻ്റെ ടെസ്റ്റ്, നീ എന്നോട് സംസാരിക്കണം. നീ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 3 ദിവസത്തിനുള്ളിൽ നീ എന്നോട് സംസാരിക്കും. ദൈവമേ, ഇതിനെപ്പറ്റി ഞാൻ വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്നു. ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ജോലി പോകുമ്പോൾ രാവിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു ഡെയിലി ഡിവോഷൻ ഉണ്ട്. ദോഹയിലെ സുവാർത്ത ചർച്ചിൽ നിന്നുള്ള ഒരു 15 മിനിറ്റ്സ് ഡിവോഷൻ ഞാൻ എല്ലാ ദിവസവും കേൾക്കും. അപ്പം ഞാൻ സൺഡേ രാവിലെ അങ്ങനെ പറഞ്ഞിട്ട് സൺഡേ ചർച്ചിൽ വെച്ച് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു. മൺഡേയിൽ ഇങ്ങനെ ജോലിയിലേക്ക് ഓടിച്ചോട്ട് പോകുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പുള്ളി പ്രാർത്ഥി പെട്ടെന്ന് പുള്ളി ഇങ്ങനെ പറയാ, ആരോ നിങ്ങളുടെ തൈറോയിഡിനെ പറ്റി വ്യാകുലപ്പെട്ടിരിക്കുന്നു. ദൈവം പറയുന്നു, ദൈവത്തിന്റെ കരം നിന്നെ തൊടുന്നു, നിന്നെ സൗഖ്യമാക്കുന്നു. ഓർത്തു എനിക്ക് ദൈവമക്കളെ, എനിക്ക് ഈ പാസ്റ്റർ അറിയത്തില്ല, കണ്ടിട്ടില്ല. എവിടെയോ ഖത്തറിൽ നിന്നുള്ള ഒരു ഇതാണ്. ഞാനിവിടെ ന്യൂയോർക്കിൽ ഇരിക്കുന്നു, എന്റെ കാര്യം ഒന്നും അറിയത്തില്ല. വിത്തിൻ എ ഡേ ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു, സൺഡേ, ദൈവമേ, നീ എന്നോട് പറയണം, നിന്റെ ഒരു വാക്ക് എനിക്ക് വേണം, നിന്റെ ഒരു അഷ്വറൻസ് എനിക്ക് വേണം. എന്റെ ടെസ്റ്റ് ആണ് വെനസ്ഡേ, എനിക്ക് അറിയില്ല എന്താണ് ഇത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ദൈവം സ്പെസിഫിക് ആയിട്ട് ദൈവം എന്നോട് സംസാരിച്ചു. അങ്ങനെ ടെസ്റ്റിന് പോകാനും ആ ടെസ്റ്റ് എല്ലാം നോർമലായി വരുവാനും ദൈവം സഹായിച്ചു. എന്തിനാണെന്ന് അറിയില്ല. ദൈവം പിന്നെയും ഈ ഒരു സൗഖ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ പറയണം. എന്നാൽ ഈ താങ്ക്സ്ഗിവിംഗ് ദിവസം ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ദൈവനാമത്തിൽ നിങ്ങൾ എല്ലാവരോടും പറയുന്നു, നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഒറ്റ വാക്കിനാൽ എല്ലാത്തിനെയും ഉണ്ടാക്കിയ ഉരുവാക്കിയ ദൈവമാണ് നമ്മുടേത്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ട് പറയുന്നു, നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. വെള്ളത്തിൽ കൂടി കടക്കുമ്പോഴും തീയിൽ കൂടി കടക്കുമ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സങ്കീർത്തനം 30:2 പറഞ്ഞ പോലെ, എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. അത് ഞാൻ ദൈവത്തോട് എപ്പോഴും പറയുന്നത്. ഞാൻ ഇതും പറഞ്ഞു ദൈവത്തോട്, ദൈവമേ ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ഇതാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്. Lord, I wanted, I will not die, but I will live. അതാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്. ദൈവമേ ഞാൻ I will not die, but I will live. ദൈവം എന്നെ സൗഖ്യമാക്കി. എൻ്റെ സാക്ഷ്യം കേട്ടതിനായിട്ട് സ്തോത്രം. ദൈവനാമത്തിന് സകല മാനവും മഹത്വവും ദൈവത്തിന് മാത്രം, ദൈവനാമത്തിന് മഹിമ ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്നതിനായിട്ട് പാസ്റ്ററിനോടും എന്നുള്ള ഞങ്ങളുടെ സ്നേഹത്തെയും സന്തോഷത്തെയും ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മ ജയിക്കും. അതാണ് മിണ്ടാതിരിക്കുന്ന അനുഭവം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മ ജയിക്കും. അതാണ് മിണ്ടാതിരിക്കുന്ന അനുഭവം. അപ്പം മിണ്ടാതിരിക്കാന്ന് മലയാളത്തിലും മിണ്ടാതിരിക്കുന്നത്. കന്നഡ ബൈബിൾ വായിക്കുന്നത് വിടരെയും ഞാനേ ദേവരെ. കന്നഡ വായിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കന്നഡ വേർഡ് അത് വിടരെയും ഞാനേ ദേവരെ. നീ പിടിച്ചോണ്ടിരിക്കാനോ, നീ വിടാനോ, കയ്യും കെടുക്കാനോ. ആ വിഷയത്തിനെ പിടിച്ചുകൊണ്ടിരിക്കാതെ കയ്യും കെടുക്കാൻ ഞാൻ ദൈവം വെളിപ്പെടുന്നു. ഞാൻ ആ കന്നഡ നമ്മുടെ ചർച്ചിൽ പ്രസംഗിക്കുന്ന കൂടെ പിടിച്ചോണ്ട് പറയുന്ന ഇവിടെ കയ്യം കെടുക്കാൻ പറയാതെ വിടരെയും ഞാനേ ദേവരെ. ദൈവം ഒന്ന് പ്രൂവ് ചെയ്യും. നമ്മൾ പലപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് എന്തോ വായിത്തിരും പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവം പറയാൻ കൈയെടുക്കാൻ മാറ്റി ഞാൻ ദൈവം ഒന്ന് വെളിപ്പെടും. നമ്മുടെ ബ്രദറിന്റെ സാക്ഷ്യം കേട്ടത് ഭയങ്കര സാക്ഷ്യം, നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. പലപ്പോഴും നമ്മൾ തന്നെ ഒരു ചാടി പ്രവർത്തിക്കാൻ തോന്നും. ദൈവം മൗനമായിരിക്കും. അതുപോലെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇടം കൊടുക്കാൻ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യുക. റോമാലേഖനത്തിൽ വായിക്കുന്നത് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ, അതെനിക്ക് പത്രോസിന്റെ കാര്യത്തിലാണ് വായിക്കുന്നത്. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇടം കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ അത് നമുക്ക് നമ്മുടെ ഒരു പ്രൈസിലോട് ഒരു സ്ലോഗൻ ആക്കിയിട്ട് ആ വിഷയത്തിന് വേണ്ടി നമ്മളൊന്നും പറയും, നമ്മൾ പ്രാർത്ഥിക്കുക മാത്രം. അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് എന്താ ഉള്ളത്? പ്രാർത്ഥന തന്നെ. ഇവരൊന്നും അടിയരുത്, അതിനകത്ത് വരെ ഉപ്പിടുക, ഒന്നും ചെയ്യരുത്. അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥന തന്നെ, വരെ ഒന്നും അടിയുന്നില്ല. പ്രാർത്ഥന തന്നെ. അത് ആയിരിക്കട്ടെ നമ്മുടെ സ്ലോഗൻ. ആരെന്തോ ദോഷം ചെയ്താൽ മുട്ടുമടക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കും. അതാണ് നമ്മുടെ പോളിസി. അങ്ങനെ ചെയ്താൽ നിശ്ചയമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഈ പടയിൽ ഞാൻ പോരാടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു ഈ പടയിൽ നിനക്ക് പോരാടില്ല, യുദ്ധം ഹോവിക്കുള്ളത്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ